ഉഹുദ് മല അതിൻ്റെ ഒരു ഭാഗത്താണുള്ളത്. ബഹുമാനപ്പെട്ട ത്വൽഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ഉഹുദ് യുദ്ധത്തിൽ ഒരുപാട് പരിക്കേറ്റിട്ടുണ്ട്. ജബൽ റുമാത്തിൽ നിർത്തിയതായ അമ്പെയ്ത്തുകാർ ആ മലമുകളിൽ നിന്ന് 50ഓളം അമ്പെയ്ത്തുകാർ ജബൽ റുമാത്തിൽ നിന്ന് നബിയുടെ ഉത്തരവ് വരുന്നതിന് മുമ്പ് താഴെറങ്ങി. 40ഓളം ആളുകൾ ഇറങ്ങി. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ഉഹുദ് യുദ്ധത്തിൻ്റെ വേളയിൽ പരിക്കേറ്റിട്ടുണ്ട്. അവിടുത്തെ ശിരസിന് മുറിവേറ്റിട്ടുണ്ട്, കാലിന് പരിക്കേറ്റിട്ടുണ്ട്, നെറ്റിയിൽ അമ്പേറ്റിട്ടുണ്ട്. അമ്പ് ഉള്ളിലേക്ക് തറച്ചിറങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട ഒരു സ്വഹാബി അത് വലിച്ചൂരിയിട്ട് വലിയൊരു ഗർത്തം പോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിത്തടത്തിൽ അമ്പിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നു എന്നാണ്. അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശത്രുക്കൾ അപായപ്പെടുത്തുമെന്ന് പേടിച്ച് അവിടെ വലിയ ദ്വന്ദ്വ യുദ്ധം നടക്കുകയാണ്. ശത്രുക്കളുമായിട്ട് അതിശക്തമായ പോരാട്ടം മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹു നടത്തുമ്പോൾ ആ സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദുന ഹംസ റളിയല്ലാഹു തആല അൻഹു വീരേതിഹാസം രചിച്ച ഉഹുദിന്റെ പോർക്കളത്തിൽ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയൊരു പ്രൊട്ടക്ഷൻ നൽകിയ സഹാബിയാണ് ബഹുമാനപ്പെട്ട ത്വൽഹത്ത് ബിൻ ഉബൈദില്ല. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പടയങ്കി മലമുകളിൽ വീണു പോയപ്പോൾ അതെടുത്തു കൊടുക്കുകയാണ് ത്വൽഹ റളിയല്ലാഹു അൻഹു. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ഉടനെ പ്രഖ്യാപിച്ച ഔജബ ത്വൽഹത്ത് വൽ ജന്ന. ആ ത്വൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദ്യം കൊണ്ടുവന്ന് ഇരുത്തിയ ഒരു സ്ഥലമാണിത്. ആ സ്ഥലത്ത് ഇന്നും ഉള്ളിൽ നിന്ന് ഒരു സ്മെല്ലൊക്കെ അവിടെ കയറുന്ന ആളുകൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പൊത്ത്, ഒരു ഗാറ്, അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് തൊട്ടടുത്ത് നമ്മൾ മസ്ജിദുൽ ഫസഹ്